ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫുഡ് ആൻഡ് ഹ്യൂമൻസിൻ്റെ ഭക്ഷണവും മനുഷ്യനും. ലാസ്റ്റ് പാർട്ടാണ്. ഓക്കെ, ഫുഡ് ആൻഡ് ഇന്നിക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണവും അസമത്വവും. ദർ ആർ വേരിയസ് ടൈപ്പ് ഓഫ് ഇന്നിക്വാളിറ്റീസ് ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് ധാരാളം രീതിയിലുള്ള ഇന്നിക്വാളിറ്റീസുകളുണ്ട്, അസമത്വങ്ങളുണ്ട്. എന്ന് വെച്ചാൽ സമത്വമില്ലായ്മ. ഏതൊക്കെയാണ്? നമുക്ക് പറയാം. കാസ്റ്റ് ഇന്നിക്വാളിറ്റീസ് ഉണ്ട്, ജാതി വ്യവസ്ഥയുടെ പേരിലുള്ള ഇന്നിക്വാളിറ്റീസ് ഉണ്ട്. അത് പണ്ട് മുതലേ ഉണ്ട്. അതൊക്കെ നിങ്ങൾ മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ കയറുമ്പോൾ പഠിക്കും. പിന്നെ ഏതാണ്? ജെൻഡർ ഇന്നിക്വാളിറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്? ആണ് പെണ്ണ് എന്നുള്ള രീതിയിലുള്ള ഇന്നിക്വാളിറ്റീസുകളുണ്ട്. എക്കണോമിക് ഇന്നിക്വാളിറ്റീസ് ഉണ്ട്, എന്ന് വെച്ചാൽ സാമ്പത്തികപരമായിട്ടുള്ള ഉള്ളവൻ ഇല്ലാത്തവൻ. പിന്നെന്താണ്? ലിംഗ്വിസ്റ്റിക് ഇന്നിക്വാളിറ്റീസ്, ഭാഷയുടെ കാര്യത്തിലുള്ള ഇന്നിക്വാളിറ്റീസ് എഡ്യൂക്കേഷണൽ ഇന്നിക്വാളിറ്റീസുകൾ നിലനിൽപ്പുണ്ട്. അങ്ങനെ ഒരുപാട് ഇന്നിക്വാളിറ്റീസുകൾ നമ്മുടെ രാജ്യം ഇന്നും ഫേസ് ചെയ്യുന്നുണ്ട്. റിലേറ്റഡ് ടു ഫുഡിൻ്റെ കാര്യത്തിലും ഇന്നിക്വാളിറ്റീസുകളുണ്ട്. സോഷ്യൽ ഇന്നിക്വാളിറ്റീസ് പ്രിവെൻറ്റഡ് പീപ്പിൾ ഓഫ് ആൾ ക്ലാസ്സസ് ഫ്രം ഡൈനിങ് ടുഗെദർ. പിന്നെന്താണ്? അങ്ങനെയുള്ള ഇന്നിക്വാളിറ്റീസുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സ്കൂളിൽ മിഡ് ഡേ മീലൊക്കെ വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ തന്നെ ഒരു ക്ലാസ് റൂമിൽ എല്ലാവരും ഫുഡ് കൊണ്ടുവന്നിരിക്കുമ്പോൾ ചിലവർക്ക് ഉണ്ടായിരിക്കാം, ചിലവർക്ക് ഫുഡ് കുറവായിരിക്കാം. ന്യൂട്രിയൻസിന് ഡെയിലിയുള്ള ന്യൂട്രിയൻസ് നമുക്ക് കിട്ടണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സ്കൂളിലൊക്കെ മിഡ് ഡേ മീൽസ് വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഫുഡ്, യൂണിഫോം വെച്ചിരിക്കുന്നത്. അത് ഒരു ഇക്വാളിറ്റി ബേസിലാണ് വെച്ചിരിക്കുന്നത്. ഉള്ളവൻ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരും, ഇല്ലാത്തവൻ പല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് സ്കൂളിൽ യൂണിഫോം. അതുപോലെ തന്നെ സോഷ്യൽ ഇന്നിക്വാളിറ്റി, സാമൂഹികപരമായിട്ടുള്ള അസമത്വങ്ങൾ പ്രിവെൻറ്റ് ചെയ്യുക, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പീപ്പിൾ ഓഫ് ആൾ ക്ലാസ്സസ്, എല്ലാ സെക്ഷനിലെയും ജനങ്ങൾ ഫ്രം ഡൈനിങ് ടുഗദർ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ടുഗദർ എന്ന് വെച്ചാൽ ഒരുമിച്ച്. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സോഷ്യൽ റീഫോർമർ സഹോദരൻ അയ്യപ്പൻ ആൻഡ് ഇന്റർ ഡൈനിങ് ഇനിഷ്യേറ്റീവ് നെയ്മഡ് മിശ്ര ഭോജൻ വാസ് ഹെൽഡ് അറ്റ് ചേറായി ഇൻ എറണാകുളം എഗെയിൻസ്റ്റ് ദിസ് ഡിസ്ക്രിമിനേഷൻ. അപ്പം ആരുടെ ലീഡർഷിപ്പിലാണ്? സോഷ്യൽ റീഫോർമർ എന്ന് പറഞ്ഞാൽ സാമൂഹിക പരിഷ്കർത്താവ്. സമൂഹത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നവരെയാണ് സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന് വിളിക്കുന്നത്. ശ്രീനാരായണ ഗുരു ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു, ജാതി വ്യവസ്ഥയ്ക്കെതിരെയും. പിന്നെ ആരാണ്? മന്നത്ത് പത്മനാഭൻ. അപ്പം അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ ഈ സോഷ്യൽ റീഫോർമേഴ്സാണ്. അവരിങ്ങനെയുള്ള സോഷ്യൽ ഇക്വാളിറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തികളാണ്. അപ്പോൾ ആരാണ്? സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹം ഒരു സോഷ്യൽ റീഫോർമറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ ഇൻ്റർ ഡൈനിങ് എന്ന് വെച്ചാൽ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് നെയ്മിഡ് മിശ്ര ഭോജൻ. അപ്പോൾ ഇൻ്റർ ഡൈനിങ്ങിന് പറയുന്ന പേരാണ് മിശ്ര ഭോജൻ. വാസ് ഹെൽഡ് അറ്റ് ചേറായി. എവിടായിരുന്നു? ചേറായി എന്ന സ്ഥലത്ത്, എറണാകുളത്തുള്ള ചേറായി എന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹം ഇത് ഹെൽഡ് ചെയ്തത്. എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഈ ഒരു വേർതിരിവിനെതിരെ. ഇനി നോക്ക്, മിശ്ര ഭോജൻ എന്താണെന്ന് നോക്കാം. ഓൺ 9 മെയ് 1917, 29 മെയ് 1917 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ ഇൻ്റർ ഡൈനിങ് എന്ന് പറഞ്ഞാൽ മിശ്ര ഭോജനം, എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നതിനെ. എവിടെ അദ്ദേഹം ഓർഗനൈസ് നടത്തിയത്? ചേറായി ഇൻ എറണാകുളം ഡിസ്ട്രിക്റ്റ്. ദിസ് പ്രൊട്ടസ്റ്റ് വാസ് ഹെൽഡ് എഗെയിൻസ്റ്റ് ദ ഡിനയൽ ഓഫ് ദ റൈറ്റ്സ് ഓഫ് ദ സെക്ഷൻ ഓഫ് ദി പീപ്പിൾ ടു ഡൈൻ ടുഗദർ. ദിസ് പ്രൊട്ടസ്റ്റ് വാസ് ഹെൽഡ്. ഈ ഒരു പ്രതിഷേധം നടത്തിയത് എഗെയിൻസ്റ്റ്, എതിരെ, ദ ഡിനയൽ ഓഫ് ദി റൈറ്റ്സ് ഓഫ് ഓൾ സെക്ഷൻസ് ഓഫ് ദി പീപ്പിൾ, സമൂഹത്തിലുള്ള എല്ലാ വിഭാഗക്കാരായിട്ടുള്ള ജനങ്ങളുടെ, ഡിനയൽ എന്ന് വെച്ചാൽ നിഷേധിക്കുക, അവിടെ അവകാശം നിഷേധിച്ചതിനെതിരെ. ടു ഡൈൻ ടുഗദർ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം, ടുഗദർ എന്ന് വെച്ചാൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിച്ചതിനെതിരെയാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് കൊണ്ടുവന്നത്. സഹോദരൻ അയ്യപ്പൻ ഹാഡ് ടു ഫേസ് സ്ട്രോങ് ഓപ്പോസിഷൻ. അദ്ദേഹം ഒരുപാട് ഒപ്പോസിഷൻ എന്ന് വെച്ചാൽ എതിർപ്പ് ഫേസ് ചെയ്യേണ്ടി വന്നു. ആസ് ഹി ഹാഡ് ടു ലെഡ് ദി മിശ്രഭോജൻ. ഈ മിശ്രഭോജനം നടത്തിയതിനെതിരെ അദ്ദേഹത്തിന് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. ദിസ് റിവീൽസ് ദ സോഷ്യൽ ഇന്നിക്വാളിറ്റീസ് ദാറ്റ്
എക്സിസ്റ്റഡ് ഇൻ കേരള. ഇത് വെളിവാക്കുന്നത് സാമൂഹിക അസമത്വം നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്നു എന്നാണ്. ഇത് സോഷ്യൽ ഇൻഇക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ ഈ മിശ്രഭോജൻ മാത്രമല്ല നിലനിന്നിരുന്നത്, ഒരുപാട് ഇൻഇക്വാളിറ്റീസുകൾ നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്നു, ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ നിങ്ങളിങ്ങനെ മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ പഠിക്കും. ഞാൻ അതാണ് പറഞ്ഞത്, കാസ്റ്റ് സിസ്റ്റം വാസ് ദ കോസ് ഓഫ് ദിസ് ഇൻഇക്വാളിറ്റി. ഈ ഇൻഇക്വാളിറ്റീസിനെല്ലാം കാരണം എന്ന് വെച്ചാൽ കാസ്റ്റ് സിസ്റ്റമാണ്. കാസ്റ്റ് സിസ്റ്റം ജാതി വ്യവസ്ഥ തന്നെയാണ്. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ റിലേറ്റഡ് ടു ഫുഡ് സ്റ്റിൽ എക്സിസ്റ്റ് ഇൻ അവർ കൺട്രി. നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ വെച്ചാൽ വേർതിരിവ് വഴിയുള്ള ജാതിപരമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ ഈ ഫുഡിനെ ഇപ്പോഴും ബാധിക്കുന്നുണ്ടോയെന്ന്. ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കത്തില്ല, പക്ഷെ ഇപ്പോൾ ഇല്ലാന്ന് തോന്നുന്നു. സച്ച് ഡിസ്ക്രിമിനേഷൻസ് ആർ പ്രൊഹിബിറ്റഡ് ഇൻ അവർ കൺട്രി ബൈ ലാ. അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻസ് നമ്മുടെ രാജ്യത്ത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊഹിബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സോഷ്യൽ ഇൻഇക്വാളിറ്റീസ് മാത്രമല്ല ഉപയോഗിച്ച്. എക്കണോമിക് ഡിസ്ക്രിമിനേഷൻ ആൾസോ പോസ് ചലഞ്ചസ് ടു ദി ഇൻഇക്വാളിറ്റി ഇൻ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ. ഈ ഫുഡ് വിതരണത്തിൽ എക്കണോമിക് ഇൻഇക്വാളിറ്റീസും ഉണ്ട്. കാരണം എല്ലാവരുടെയും സാമ്പത്തിക സാഹചര്യങ്ങൾ ഒരുപോലെ ആയിരിക്കത്തില്ല അല്ലേ. ഉള്ളവന് ഫുഡ് നല്ല രീതിയിൽ കാണും, ഇല്ലാത്തവന് ഫുഡ് കാണില്ല. അപ്പോൾ ആ ഒരു ഇൻഇക്വാളിറ്റീസ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്ക്, മേക്ക് എ നോട്ട് ഓൺ ദ ടോപ്പിക്ക് ഇൻഇക്വാളിറ്റീസ് ഇൻ ഫുഡ്. ഇപ്പോൾ ഇൻഇക്വാളിറ്റീസ് ഇൻ ഫുഡിൽ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കി നോക്കാം. ഫുഡ് ഇൻഇക്വാളിറ്റി മീൻസ് ദാറ്റ് സം പീപ്പിൾ ലൈക്ക് മാർജിനലൈസ്ഡ് കാസ്റ്റ് ആൻഡ് ട്രൈബൽസ് ഡോണ്ട് ഹാവ് ഇനഫ് ഫുഡ്. എന്നുവെച്ചാൽ ഫുഡിൻ്റെ കാര്യത്തിലുള്ള അസമത്വം. എന്നുവെച്ചാൽ മാർജിനലൈസ്ഡ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നോക്ക ജാതിയിലുള്ളവർക്കും ട്രൈബൽസിനുമൊക്കെ ഇനഫ് ഫുഡ് അവർക്ക് ഇനഫ് ആവശ്യത്തിനുള്ള ഫുഡ് കിട്ടുന്നില്ല കഴിക്കാൻ. ഓർ ദേ ഡോണ്ട് ഹാവ് ആക്സസ് ടു ഹെൽത്തി ഫുഡ് ലൈക്ക് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് സീറൽസ് ധാന്യങ്ങളൊന്നും അവർക്ക് കിട്ടുന്നില്ല. ദിസ് ക്യാൻ മേക്ക് ദം വീക്ക്. ഇതവരെ വീക്കാക്കുന്നു, ദുർബലരാക്കുന്നു, സിക്കാക്കുന്നു, അസുഖക്കാരാക്കുന്നു. അണേബിൾ ടു ഫോക്കസ് ഓൺ സ്റ്റഡീസ്. അവരുടെ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ദേ സഫർ ഫ്രം മാൾ ന്യൂട്രീഷൻ ആൻഡ് ഹാങ്കർ. വിശപ്പും അതുപോലെ പോഷകക്കുറവും കൊണ്ട് അവർ കഷ്ടപ്പെടുന്നുണ്ട്. സോ വി ക്യാൻ ഹെൽപ്പ് ബൈ ഷെയറിങ് വാട്ട് വി ഹാവ്. അതുകൊണ്ട് തന്നെ നമുക്കുള്ളത് നമുക്ക് ഷെയർ ചെയ്യാം. നോട്ട് വേസ്റ്റിംഗ് ഫുഡ് വേസ്റ്റ് ചെയ്യരുത്. സപ്പോർട്ടിങ് ഓർഗനൈസേഷൻ ദാറ്റ് വർക്ക്സ് ടു പ്രൊവൈഡ് ഫുഡ് ടു ദോസ് ഹു നീഡഡ് ഇറ്റ്. എന്നാൽ അവർക്ക് ഫുഡിങ്ങനെ അവർക്ക് ഫെസിലിറ്റീസുകൾ കൊടുക്കുന്ന ഒരുപാട് ഓർഗനൈസേഷൻസുകളുണ്ട്. അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഗ്ലിംസസ് ഓഫ് സ്റ്റാർവേഷൻ. ഗ്ലിംസസ് എന്ന് പറഞ്ഞാൽ നേർക്കാഴ്ചകൾ. അപ്പോൾ ഗ്ലിംസസ് ഓഫ് സ്റ്റാർവേഷൻ പട്ടിണിയുടെ നേർക്കാഴ്ചകൾ. ഒബ്സർവ് ദീസ് ന്യൂസ് ഹെഡ്ലൈൻ. ഈ വാർത്താക്കെട്ടുകൾ പരിശോധിക്കുക. ഹെഡ്ലൈൻ എന്ന് വെച്ചാൽ വാർത്താ തലക്കെട്ടുകൾ. ഒബ്സർവ് എന്ന് വെച്ചാൽ പരിശോധിക്കുക. അതുകൊണ്ട് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് റിപ്പോർട്ട് സേസ് ദാറ്റ് സ്റ്റാർവേഷൻ ഇൻ കൺട്രി വിൽ റൈസ്. കാലാവസ്ഥാ വ്യതിയാനം രാജ്യത്തെ പട്ടിണി വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ട്. ഹംഗ്രി ചിൽഡ്രൻ ആർ ക്രൈയിങ് ഹെവി സ്റ്റാർവേഷൻ ഇൻ സിറിയ. വിശന്നു കരയുന്ന കുട്ടികൾ സിറിയയിൽ ഹെവി സ്റ്റാർവേഷൻ വർദ്ധിപ്പിക്കുന്നു. എന്താണ് സ്റ്റാർവേഷൻ ഇൻ സിറിയ? ദ വാർ ഇൻ ഉക്രൈൻ ഗ്ലോബൽ ഫുഡ് ക്രൈസിസ് ടു ഇൻറ്റൻസിഫൈ. ഉക്രൈനിലെ യുദ്ധം ആഗോള ഭക്ഷ്യ പ്രതിസന്ധി രൂക്ഷമാക്കും. സിവിയർ ഡ്രോട്ട് എന്ന് വെച്ചാൽ വരൾച്ച. സിവിയർ എന്ന് വെച്ചാൽ രൂക്ഷമായ വരൾച്ച. മില്യൺസ് ഓഫ് ചിൽഡ്രൻ സ്റ്റാർവ്ഡ് ഇൻ സോമാലിയ. ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഭക്ഷണമില്ല. ഓക്കെ, വാട്ട് ആർ ദ പീസസ് ഓഫ് ഇൻഫർമേഷൻ യു ഗെറ്റ് ഫ്രം ദീസ് ന്യൂ ഹെഡ്ലൈൻസ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ഇൻഫർമേഷനാണ്, അറിവാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്ത് വാർത്തയാണ് കിട്ടുന്നത്? സ്റ്റാർവേഷൻ സ്റ്റിൽ എക്സിസ്റ്റഡ് ഇൻ മെനി പാർട്ട് ഓഫ് ദി വേൾഡ്. സ്റ്റാർവേഷൻ സ്റ്റിൽ എക്സിസ്റ്റഡ് മെനി പാർട്ട് ഓഫ് ദി വേൾഡ്. ലോകത്തിലെ പല സ്ഥലത്തും സ്റ്റാർവേഷൻ നിലനിൽക്കുന്നുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂട്ടർ ഓഫ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് സ്റ്റാർവേഷൻ. ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥ വ്യതിയാനം, സ്റ്റാർവേഷനും അതുപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റി, അതായത് ഭക്ഷണത്തിൻ്റെ അപര്യാപ്തതയ്ക്കുമെല്ലാം വളരെ ഒരു കാരണമാണ്. വാർസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ദി ഫുഡ് സപ്ലൈ. യുദ്ധങ്ങൾ ഫുഡ് സപ്ലൈ അഡ്വേഴ്സ്ലി നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. സിവിയർ ഡ്രോട്ട് ഹാസ് ലെഡ് ടു ഫുഡ് ക്രൈസിസ് റിസൾട്ടിങ് വൈഡ് സ്പ്രെഡ് സ്റ്റാർവേഷൻ. അതുപോലെ തന്നെ വരൾച്ചയും ഫുഡ് ക്രൈസിസ് ഭക്ഷണമില്ലായ്മയ്ക്ക് കാരണമാകും. ഇത് വൈഡ് സ്പ്രെഡ്
എന്നുവെച്ചാൽ ലോകവ്യാപകമായിട്ടുള്ള എന്തിന് സംവഴിവെക്കും? സ്റ്റാർവേഷൻ, ദാരിദ്ര്യത്തിന്. ഫാമിൻ ഇൻ ബംഗാളിലുണ്ടായ വരൾച്ച. എക്സസീവ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് പീരീഡ് ഇൻ ഇന്ത്യ ലെഡ് ടു ഫാമിൻ ആൻഡ് കോൺസിക്വൻ്റ്ലി മെനി പീപ്പിൾ ഡൈഡ്. അതായത് സാമ്പത്തികമായിട്ടുള്ള ചൂഷണം, എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചൂഷണം. ആര് ചെയ്തതാണ്? ബ്രിട്ടീഷ് പീരീഡ്, ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളെ പല രീതിയിൽ ചൂഷണം ചെയ്തിരുന്നു. ഏതൊക്കെ രീതിയിലായിരുന്നു നമ്മളെ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നത്? ഇമ്പോസിങ് ഹെവി ടാക്സസ്, കഠിനമായ നികുതി ചുമത്തി, ഡ്യൂട്ടീസ്, താരിഫ്സ്. ദ ഗവേൺഡ് ഇന്ത്യ വിത്തൗട്ട് കൺസിഡറിങ് ഇന്ത്യാസ് ഇൻട്രസ്റ്റ്. നമ്മുടെ താല്പര്യം നോക്കാതെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ ഭരിച്ചു. ഇമ്പോസിങ് ദെയർ ഓൺ കൾച്ചർ, അവരുടെ കൾച്ചർ, ലാംഗ്വേജ്, വാല്യൂസൊക്കെ നമ്മുടെ മുകളിൽ ഇമ്പോസ് ചെയ്യാൻ നോക്കി, നമ്മുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കി. ദേ ഗേവ് ലോ വേജസ്, ലോങ് അവേഴ്സ്. അതായത് അവർ കുറഞ്ഞ വേജസിന്, കൂലിക്ക് ഒരുപാട് മണിക്കൂറുകൾ ആൾക്കാരെ കൊണ്ട് ആ ടെക്സ്റ്റൈൽസിനും പ്ലാന്റേഷനും എല്ലാം ജോലി ചെയ്യിപ്പിച്ചു. ഇതിൻ്റെ കിട്ടുന്ന ലാഭം എവിടെ കൊണ്ടുപോകും? അവർ അവരുടെ രാജ്യമായ ബ്രിട്ടനിൽ കൊണ്ടുപോകും. അപ്പോൾ ബ്രിട്ടൻ്റെ വേറൊരു പേരാണ് ഇംഗ്ലണ്ട്. ഇതൊരു തരം എക്സ്പ്ലോയിറ്റേഷൻസ് ആണ്. എക്സ്പ്ലോയിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂഷണമാണ്, ഇന്ത്യക്കാരെ ചൂഷണം ചെയ്തത്. ബംഗാൾ ഫാമിൻ ഇൻ 1943 എന്നാണ്. 1943 ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഫോർ ദിസ്. അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലിവ്ലിഹുഡ് ഓഫ് ദ പീപ്പിൾ ഓഫ് ബംഗാൾ. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു അഗ്രേറിയൻ കൺട്രിയാണ്. ഇന്നും അതെ അന്നും അതെ. ഇന്നും ഇന്ത്യ എന്ന് പറയുന്നത് ഒരു അഗ്രേറിയൻ കൺട്രിയാണ്. അഗ്രികൾച്ചർ ബേസ്ഡ് ആണ്, കൃഷി. ഈ ബംഗാളിലെ ആൾക്കാരുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. പാൾഡി ഫീൽഡ് വെർ എക്സ്റ്റെൻസീവ്ലി ഡിസ്ട്രോയിഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി ഹെവി സ്റ്റോം ഓൺ ബംഗാൾ കോസ്റ്റ്. അപ്പോൾ ബംഗാൾ കോസ്റ്റിലുണ്ടായ, ബംഗാൾ തീരത്തുണ്ടായിരുന്ന ഹെവി സ്റ്റോം എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റിൻ്റെ ഫലമായിട്ട് അവരുടെ പാഡി ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതായത് നിലം എന്ന് പറയുന്നത് വെച്ചാൽ നെല്ല് വിതയ്ക്കുന്ന സ്ഥലം, അതാണ് പാഡി ഫീൽഡ്. നശിച്ചു. സബ്സിക്വൻ്റ്ലി, തൽഫലമായി, ദെയർ ഒക്കേർഡ് എ ഫുഡ് ക്രൈസിസ് ഇൻ ബംഗാൾ. അവിടെ ഒരു ഫുഡ് ക്രൈസിസ് വന്നു ബംഗാളിൽ. എബൌട്ട് 30 lakh പീപ്പിൾ ഡൈഡ് ഓഫ് സ്റ്റാർവേഷൻ. പട്ടിണി കൊണ്ട് 30 ലക്ഷം ആൾക്കാർ മരിച്ചു ഡ്യൂറിങ് ദിസ് ഫാമിൻ. Another reason for the starvation is the inequality in the distribution of wealth. അതായത് എക്കണോമിക് ഇന്നിക്വാളിറ്റി, നമ്മുടെ വെൽത്തിലുണ്ടാകുന്ന ഡിസ്ട്രിബ്യൂഷനോ ഇന്നിക്വാളിറ്റീസ്. കാരണം ചിലവർക്ക് ഉള്ളവർ കാണും, ഇല്ലാത്തവർ കാണും. വെൽത്ത് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി അറ്റ് ആൾ. നമുക്ക് വെൽത്ത് ഒരിക്കലും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുകയില്ല. സോ വൈൽ സം പീപ്പിൾ ഈറ്റ് ദെയർ ഫിൽ, അതർ സ്റ്റാർവ്. സം പീപ്പിൾ ഈറ്റ് ദെയർ ഫിൽ, അവർ നന്നായി അവരുടെ ഫുഡ് കഴിക്കുമ്പോൾ അതർ സ്റ്റാർവ്, ചിലർ പട്ടിണി കിടക്കുന്നു. വിത്ത് എ വ്യൂ ടു സ്ട്രെങ്തനിങ് ദ എഫേർട്സ് എഗെയിൻസ്റ്റ് പോവർട്ടി ആൻഡ് സ്റ്റാർവേഷൻ ആൻഡ് എൻഷുറിങ് ഫുഡ് ഫോർ ആൾ, വേൾഡ് ഫുഡ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ 16th October എവരി ഇയർ. എല്ലാ വർഷവും 16th October വേൾഡ് ഫുഡ് ഡേ ഒബ്സർവ് ചെയ്യുന്നു, നമ്മൾ ആചരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഉറപ്പാക്കുന്നതിന് വേണ്ടി, എല്ലാവർക്കും ഫുഡ് ഉറപ്പാക്കുന്നതിന് വേണ്ടി. എൻഷുറിംഗ് എന്ന് വെച്ചാൽ ഉറപ്പാക്കുക, ഫുഡ് എല്ലാവർക്കും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടും. പോവർട്ടി ആൻഡ് സ്റ്റാർവേഷൻ. പോവർട്ടി എന്ന് വെച്ചാൽ ദാരിദ്ര്യം, സ്റ്റാർവേഷൻ എന്ന് പറഞ്ഞാൽ പട്ടിണിക്കും ദാരിദ്ര്യത്തിനും എതിരെയുള്ള എഫേർട്സ്, പ്രവർത്തനങ്ങൾ സ്ട്രെങ്തൻ ചെയ്യാൻ, ശക്തിപ്പെടുത്തണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ വർഷവും October 16 ലോക ഭക്ഷ്യദിനമായി ആചരിച്ചു വരുന്നത്. വാട്ട് ആർ ദി റീസൺ ഫോർ സ്റ്റാർവേഷൻ? പട്ടിണി ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ: എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം, ഇന്നിക്വാളിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, ഡ്രോട്ട്, വരൾച്ച, വാർ, യുദ്ധങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ച്, എക്സെട്ര, കാലാവസ്ഥ വ്യതിയാനം. നെക്സ്റ്റ് ഇത് പറയുന്നത്, ഓർഗനൈസ് എ ഫുഡ് ഡേ റാലി ഇൻ ദി സ്കൂൾ ബൈ മേക്കിംഗ് പ്ലക്കാർഡ് വിത്ത് ദ ഫുഡ് ഡേ മെസ്സേജസ്. പ്ലക്കാർഡുകൾ ഉണ്ടാക്കാനും റാലി നടത്താനും ഒക്കെയാണ് പറയുന്നത്. ഫുഡ് ആൻഡ് ഹെൽത്ത്. ആസ് വി നോ, ഫുഡ് ഈസ് വൺ ഓഫ് ദി ബേസിക് നീഡ്സ് ദാറ്റ് സസ്റ്റെയിൻ ഹ്യൂമൻ ലൈഫ്. മനുഷ്യൻ്റെ ലൈഫ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സാണ് എന്തെന്ന് പറയുന്നത് ഫുഡ്. വി ക്യാൻ മെയിൻറ്റെയിൻ ഓർ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ബൈ ടേക്കിംഗ് ന്യൂട്രീഷ്യസ് ഫുഡ്. നമ്മൾ പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരമാണ് നമ്മൾ കഴിക്കേണ്ടത്, അല്ലേ? അതിനാണ് നമ്മൾ പറയുന്നത് ബാലൻസ്ഡ് ഡയറ്റ് എന്ന്. ബട്ട് അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ലെഡ് ടു മെനി
ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അൺഹാബിറ്റ്, അതായത് അൺഹെൽത്തി ഫുഡ് ഏതൊക്കെയാണ്? നമ്മൾ ജങ്ക്സ് ഫുഡുകൾ ഒരുപാട് വാങ്ങി കഴിക്കുമല്ലോ, അത് അൺഹെൽത്തി ഫുഡാണ് അല്ലേ? പിന്നെന്താണ്, നമ്മൾ ഒരിക്കലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ നമുക്ക് നമ്മൾ പഠിക്കുന്നത് മറന്നു പോകും. പിന്നെ ഒരുപാട് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് 2023 has been selected as the International Year of Millets by the United Nations. ഈ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? കുറേ രാജ്യങ്ങൾ ചേർന്നിട്ടുള്ളൊരു സംഘടനയാണ് ഈ യുണൈറ്റഡ് നേഷൻസ്, UN എന്ന് പറയും. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ്? ടു പ്രൊമോട്ട് ദ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് മില്ലറ്റ്സ്. ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക. മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യം. മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാസി ക്രോപ്സ് ആണ്, അതായത് പുല്ലുവർഗത്തിൽപ്പെട്ട ചെറുധാന്യങ്ങളാണ്. ഏതൊക്കെയാണ് അതിന് ഉദാഹരണം? ജോവർ, റാഗി, കോഡോ മില്ലറ്റ്, ഫോക്സ്ടെയിൽ മില്ലറ്റ്, എക്സെട്ര. മില്ലറ്റ്സ് ക്യാൻ കൺട്രോൾ കാർഡിയാക് ഇഷ്യൂസ്. ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻഡ് അതർ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ആർ ദ മെയിൻ വെറൈറ്റീസ് ഓഫ് മില്ലറ്റ്സ്? ഏതൊക്കെയാണ്? ജോവർ, റാഗി, കോഡോ മില്ലറ്റ്സ്, ഫോക്സ്ടെയിൽ മില്ലറ്റ്സ്. പ്രധാനപ്പെട്ട മില്ലറ്റ്സിൻ്റെ വിഭാഗങ്ങൾ. വാട്ട് ആർ ദ മെയിൻ ബെനിഫിറ്റ്സ് ഓഫ് മില്ലറ്റ്സ്? പ്രധാനപ്പെട്ട ഗുണങ്ങൾ മില്ലറ്റ്സ് കൊണ്ടുള്ള. കൺട്രോൾ കാർഡിയാക് ഇഷ്യൂസ്, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെല്ലാം നിയന്ത്രിക്കുന്നു. അതർ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, പ്രധാനപ്പെട്ട ജീവിതചര്യ രോഗങ്ങളായിട്ടുള്ള ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോള്, വെയ്റ്റ് മാനേജ്മെൻറ്റ്, ബ്ലഡ് പ്രഷർ, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നു. സോ ന്യൂട്രീഷ്യസ് മില്ലറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഡെയിലി ഡയറ്റ്. നമ്മുടെ ഡയറ്റിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ചെറുധാന്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നാണ് പറയുന്നത്. ഈ ഒരു ചാപ്റ്ററോട് കൂടി സെക്കൻഡ് സോഷ്യൽ സയൻസിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഫുഡ് ആൻഡ് ഹ്യൂമൻസ് തീരുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.